ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ചെറിയ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. രാവിലത്തെ നമ്മുടെ കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. നമ്മുടെ ആരോഗ്യം കൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ നല്ല തോന്നുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു, മുറ്റമൊക്കെ അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ മുറ്റത്തൊക്കെ നിറച്ച് പുല്ലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിച്ച് വരുന്ന സമയത്ത് അതും കൂടെ പറിച്ച് കളയണം. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയ സമയത്തുണ്ട് മുൻപിൽ ചെരുപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ആ ചെരുപ്പുകളൊക്കെ ഒന്ന് അടക്കി പറക്കി വെക്കാമെന്ന് വിചാരിച്ച് എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ക്ലീനിങ് പരിപാടിക്ക് ഹേതിനും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ അവൻ എൻ്റെ പുറകെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എൻ്റെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ എല്ലാം പറക്കി വെച്ച് ഒതുക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ ഇടയ്ക്ക് കൂടെ സൈഡിൽ കൂടിയൊക്കെ പുല്ലുകൾ മുളച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇടവിട്ട് ഓരോ ചെറിയ ഗ്യാപ്പിൽ കൂടിയൊക്കെ ഇതുപോലെ പുല്ലുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ച് വരുന്ന സമയത്ത് കയ്യോടെ അങ്ങ് പറിച്ച് കളയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതിപ്പോൾ ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ വേരൊക്കെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനും കൂടെ രാവിലെ ആ പുല്ലുകളൊക്കെ അങ്ങ് പറിച്ച് കളഞ്ഞു കേട്ടോ അടിച്ച് വരുന്നതിന് മുമ്പ്. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് പറിച്ച് കളയാനായാലും നല്ല സുഖം കേട്ടോ. കുതിർന്ന് നിൽക്കുകയാണ്, നമുക്ക് പയ്യെ തൊടുമ്പോഴേ സാധനം ഇങ്ങ് പോരും കേട്ടോ. അധികം പുല്ലൊന്നുമില്ല, ഈ ഇടയ്ക്ക് കൂടെ ഗ്യാപ്പിൽ കൂടെയാണ് കേട്ടോ ഈ പുല്ലുകളൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഓവർ അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പറിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമുക്ക് അഴിച്ചു വരാൻ അത്യാവശ്യം ചപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഓവറായിട്ടുള്ള ചപ്പുകളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ മാവിൻ്റെ ഇലകളായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എന്തായാലും അടിച്ചു വരെ കഴിയുകയാണെങ്കിൽ മുറ്റം നല്ല വൃത്തിക്ക് കിടക്കും. കാരണം ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് എപ്പോഴാണ് മഴ പെയ്യാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തോരുന്ന സമയത്ത് നമുക്ക് മുറ്റം അടിച്ച് വരാമെന്ന് വിചാരിച്ച് രാവിലെ പുൽവറക്കലും കഴിഞ്ഞ് മുറ്റം അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞാൽ നേരെ പെരയ്ക്കകത്തേക്ക് വന്നപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പെരയ്ക്കകത്തിൻ്റെ അവസ്ഥ. ഫുൾ ടോയ്സൊക്കെ അതുപോലെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു പെട്ടി കൊണ്ടുവന്നു, അതൊക്കെ ഓരോ സൈഡിലേക്ക് പറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പെട്ടിക്കകത്തേക്ക്. ഇത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, ഇത് കഴിയുമ്പോൾ പിന്നെയും ഇത് പഴയ പോലെ തന്നെയാവും. പക്ഷെ നമ്മുടെ സമാധാനത്തിൽ രാവിലെ എല്ലാ ടോയ്സും പറക്കി ഒരു പെട്ടിക്കകത്താക്കിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ടോയ്സൊക്കെ പറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മാറാലടിക്കാമെന്ന് വിചാരിച്ചിട്ടു. അത്യാവശ്യം നല്ലോണം തന്നെ മാറാല ഉണ്ടായിരുന്നു. അധികമല്ല, പക്ഷേ എന്നാലും ഉള്ളത് നമുക്കൊന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് മാറാലടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ മുഖം കവർ ചെയ്യലില്ല കേട്ടോ, എനിക്ക് അങ്ങനെ അലർജിയുടെ പ്രോബ്ലം ഇല്ല. പക്ഷേ ഞാൻ കമൻറ്റ് ബോക്സിലും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, കർച്ചീഫും കൊണ്ട് മുഖം കവർ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനൊരു സജഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ സജഷൻസ് പരിഗണിച്ച് നമ്മളിന്ന് കർച്ചീഫും കൊണ്ട് മുഖമൊക്കെ കവർ ചെയ്തിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫോട്ടോയുടെ അവിടെയൊക്കെ മാറല തട്ടുന്ന സമയത്ത് നമുക്ക് സാധാ ഭിത്തിയിൽ തട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, കാരണം ഫോട്ടോയൊക്കെ ചിലപ്പോൾ താഴെ വീഴും. അപ്പോൾ പതുക്കെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ അടിഭാഗത്തൊക്കെ ആയിട്ട് നല്ലോണം തന്നെ മാറല കെട്ടി നിൽക്കും. നമ്മളത് പെട്ടെന്നൊന്നും ശ്രദ്ധിക്കില്ല. നമ്മൾ മേളിൽ ഭിത്തിയിൽ അവിടെയുള്ളതൊക്കെ ശ്രദ്ധിക്കും, പക്ഷേ ഇങ്ങനെ മാറല അടിക്കൂടി ഉള്ളതൊന്നും ശ്രദ്ധിക്കാറില്ല, ചെറിയ ഗ്യാപ്പിൽ കൂടിയൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ അതൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫാൻ്റെ ലീഫിനകത്തൊക്കെ നല്ലോണം പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മാറല തട്ടുന്നത് കൊണ്ട് തന്നെ സൈഡിൽ കൂടെ അതും കൂടെ ഒന്ന് തട്ടി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് കയറുന്നൊന്നും തുടയ്ക്കേണ്ടി വരും, അല്ലാതെ ജസ്റ്റ് ഒന്ന് പൊടി നല്ലോണം പോകാൻ വേണ്ടിയിട്ട് അതും ഈ കൂട്ടത്തിലൊന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
മാറാലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഫോട്ടോസൊക്കെ ഒന്ന് ജസ്റ്റ് തൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു വൈപ്പർ വെച്ചിട്ടാണ് തുടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പൊടി തട്ടിയാലും മാറാല തട്ടിയിട്ട് അതിനകത്ത് പൊടികൾ നല്ലോണം ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒരു വൈപ്പർ കൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഫോട്ടോസൊക്കെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് വൈപ്പറിനകത്ത് നല്ലോണം ആ സൈഡിൽ കൂടിയൊക്കെയുള്ള ചെളികളൊക്കെ നല്ലോണം തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ചില്ലിൻ്റെയൊക്കെ ഫോട്ടോസും ഈശോൻ്റെ ഫോട്ടോയൊക്കെ നല്ലോണം ഒരു വൈപ്പർ വെച്ച് നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പൊടി നല്ലോണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോട്ടോസൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫാനും കൂടെ വെള്ളം നനച്ച തുണിയും കൊണ്ടൊന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പൊടി തട്ടിയാലും അതിനകത്ത് നല്ലോണം പൊടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനൊരു തുണിയെടുത്ത് നനച്ചിട്ട് നല്ലോണം എല്ലാ ലീഫുകളും നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാനൊക്കെ തുടച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം തന്നെ പൊടിയും ചെളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു തവണയൊന്നും നമുക്ക് ഓരോ ലീഫ് ഓരോ തവണയും മുക്കി പിടിക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം അത്രയും നല്ലോണം തന്നെ പൊടി ഉണ്ടായിരുന്നു ഫാനിൻ്റെ ലീഫിനകത്ത് കേട്ടോ. നമ്മൾ പെട്ടെന്ന് താഴെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല ഇത്രയും പൊടി ഇതിനകത്ത് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് തുടച്ചെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ചെടി നമ്മൾ അറിയുള്ളൂ. അപ്പോൾ ഉള്ളിലെല്ലാ ഫാനും ഒക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ മാറാലൊക്കെ തട്ടിയ ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പുറത്ത് വീടിൻ്റെ സൈഡിൽ കൂടി ആയാലും നല്ലോണം മാറാല ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ ജനലുകളൊക്കെ ഒന്ന് തുടച്ച് മാറാലൊക്കെ തട്ടി പൊടിയൊക്കെ തട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ എല്ലാ റൂമിൻ്റെ ജനലുകളൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാറാലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ജനൽ ഞാൻ തുണി വെച്ചിട്ട് നല്ലോണം തുടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം നനച്ച് പിഴിഞ്ഞിട്ട് തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പൊടി മാറാല തട്ടിയാൽ എന്തായാലും ജനലിൻ്റെ കമ്പിക്കകത്തൊക്കെ പൊടി ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് അത് ജനലുകളെല്ലാം കൂടെ ഒന്ന് തുടച്ചും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തെ പണിയൊക്കെ കഴിഞ്ഞത് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീടും അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ മാറാലൊക്കെ തട്ടി തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അടിച്ച് വരാൻ നോക്കിയിട്ട്. അപ്പോൾ നാളെ ഹാളിലെ ഷീറ്റുകളൊക്കെ ആകെ വൃത്തിയോടെ കിടക്കുമായിരുന്നു. അപ്പോൾ ഷീറ്റുകളൊക്കെ കുടഞ്ഞ് നല്ലോണം ഒന്ന് എടുത്ത് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ റിമോട്ടുകളൊക്കെ ഓരോ സ്ഥലത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി അടക്കി വെച്ചിട്ട് ജനലുകളൊക്കെ എല്ലാം തുറന്നിട്ടുണ്ടോ. കാരണം നമ്മളെല്ലാ ദിവസവും തന്നെ രാവിലെ ജനലുകളൊക്കെ അടിച്ച് വരുന്ന സമയത്ത് തുറന്നു വിടും കേട്ടോ. കാരണം ഉള്ളിലേക്ക് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ജനലുകളൊക്കെ തുറന്നിടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ഷീറ്റുകളൊക്കെ നല്ലോണം വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷീറ്റൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ വീട് നല്ലോണം അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മാറാല അടിച്ചതിൻ്റെയൊക്കെ പൊടിയും ഫാൻ തട്ടേൻ്റെയൊക്കെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. ഒരു ഷീറ്റൊക്കെ നല്ലോണം എല്ലാ റൂമിലൊക്കെ കയറി ഷീറ്റൊക്കെ നല്ലോണം ഒന്ന് വിരിച്ചിട്ട് നല്ലോണം പൊടിയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹാളിലായാലും ഓരോ സെറ്റിയും സെപ്പറേറ്റ് മാറ്റി അതിൻ്റെ അടിയൊക്കെ നല്ലോണം അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അതിൻ്റെ അടിയിലൊക്കെ നല്ലോണം ഈ കുത്തപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പൊടികളൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ സെറ്റ് മാറ്റി വെച്ചിട്ട് നല്ലോണം അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ അപ്പുറത്ത് കിടക്കുന്ന കട്ടിലായാലും അടിയിൽ വീതി കുറവാണ്. അപ്പോൾ നമുക്ക് നല്ലോണം ഇരുന്ന് നല്ലോണം അടിച്ച് വാരിയാൽ മാത്രമേ അടിയിൽ നിന്ന് നല്ലോണം പൊടിയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുപോലെ നല്ലോണം ഇരുന്ന് നല്ലോണം അടിച്ച് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യൽ മാറ്റുന്ന സമയത്തുണ്ടാവും അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ടോയ്സുകളൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കുഞ്ഞടിച്ച് വരേണ്ട ഇതൊക്കെ തങ്ങി നിൽക്കും. അപ്പോൾ മാറ്റിയടിച്ച് വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ നമുക്ക് പറക്കി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും തന്നെ ഇത് മാറ്റിയൊക്കെ ഒന്ന് അടിച്ച് വരാറുണ്ട്. റൂമിൻ്റെ ഷീറ്റാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ സമയത്തൊന്ന് വിരിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ പൊടിയൊക്കെ തട്ടിയിട്ട് നല്ലോണം പൊടിയായാലെന്ന് വിചാരിച്ച ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷീറ്റ് മാറ്റാനായാലും എൻ്റെ ഹെൽപ്പർ ഇതായിട്ട് കൂടെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഷീറ്റൊക്കെ മാറ്റി കൊടുത്ത് പെരക്കി നമ്മുടെ റൂമുകളും കൂടെ ഒന്നും കൂടെ നല്ലോണം ഒന്ന് അടിച്ചു വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.